ഈശ്വര, ഈശ്വര, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ആര് രക്ഷിക്കൂ ഇവനെ? രക്ഷപ്പെടാനുള്ള ഒരു വഴി ആരാ ഇവനെ കാണിച്ചു കൊടുക്കുക? ആരും ഇല്ലാത്തവർക്ക് ദൈവം തന്നെ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തുകൊണ്ടാ എല്ലാവരിൽ നിന്നും അത് മറച്ചു വെച്ചത്? എനിക്ക് അവൻ എൻ്റെ മകനെ പോലെയായിരുന്നു. അല്ല, മകൻ തന്നെയായിരുന്നു. ആ മകനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും നീ സമ്മതിച്ചില്ലല്ലോ. രഹസ്യമായി അടക്കം ചെയ്ത് കളഞ്ഞില്ലേ? എന്തിനായിരുന്നത്? വലിയൊരു ഇൻഷുറൻസ് തുക കയ്യിലേക്ക് വന്ന ആരെങ്കിലും വേണ്ടാന്ന് പറയോ? ശ്യാമേ, നിങ്ങൾ ഈ പറയുന്നത് മഹാപാപോ? വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തിന് വിഷ്ണുവേട്ടൻ തന്നെയാ കാരണം. ഈ വിവരങ്ങൾ ഒരാളെ അറിയിക്കരുതെന്ന് വിഷ്ണുവേട്ടൻ തന്നെയാ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പോലും അറിയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. നീ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ശാരികയുടെ കുഞ്ഞിനെ ആർക്കോ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾക്ക് മുന്നിൽ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് വേറെ ഏതോ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചില്ലേ നീ? ഇത്രയും ക്രൂരതയോടെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഈ വീട്ടിൽ നിനക്ക് കയറാൻ പറ്റില്ല. മക്കൾ വേണേ ഇവിടെ നിന്നോട്ടെ, പക്ഷെ നീ അത് ഞാൻ സമ്മതിക്കില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ ശാലിനി നിൽക്കും, കുഞ്ഞുങ്ങൾ നിൽക്കും. ഇത് ശാലിനിക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ? ഇതൊക്കെ പറയാൻ നീ ആരടാ? ഇതെന്റെ കുടുംബത്തെ കാര്യ. ഒരു ബന്ധുവില്ലാത്ത നീ ബന്ധുവും പറഞ്ഞേ ഇവിടെ പിന്നാലെ നടന്നാ മതി. അല്ലാതെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വരണ്ട. എനിക്കിപ്പോ സംശയമുണ്ട്, വിഷ്ണുവിന്റെ പ്രശ്നത്തിന് പിന്നിലും ഇവനും കൂടി കൈയുണ്ടോന്ന്. ശിവ, ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. ശിവ, വേണ്ട. ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. എല്ലാവരുടെ മുമ്പില് ഞാനിപ്പോ കൊലയാളിയാ. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ഭർത്താവിനെ കൊന്ന കൊലയാളി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഒരിക്കൽ സത്യങ്ങളെല്ലാം മനസ്സിലാവും. അന്ന് എന്നെ വേദനിപ്പിച്ചതിനൊക്കെ ഈശ്വരന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അതപ്പോഴല്ലേ, അതപ്പോ പറഞ്ഞോളാം. മക്കളെ, പോ. ഞങ്ങളിവിടെ നിക്കാന്ന് പറഞ്ഞു വന്നതാ. മുത്തശ്ശൻ ഇവിടെ നിർത്താത്തോണ്ട് ഞങ്ങൾ പോവാ. മക്കളെ, നിങ്ങളോട് മുത്തച്ഛൻ ഒരു വഴക്കുമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, നിൽക്കാം. പക്ഷേ നിങ്ങളുടെ അമ്മ ഇവിടെ നിർത്താൻ പറ്റില്ല. വേണ്ടച്ചാ, എന്റെ കുട്ടികളല്ലേ. ഞാൻ കള്ളിയാണെന്നല്ലേ പറഞ്ഞേ? വിശ്വാസവഞ്ചനക്കാരി. ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ ഒരംശം എന്റെ കുട്ടികളിലും കാണാതിരിക്കില്ലല്ലോ. അത് പിന്നെയും നിങ്ങളുടെ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യ. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെയും കൊണ്ട് പോവാ. ഇനി അവൾ ഇങ്ങോട്ട് വന്ന ഈ പടി കയറ്റി പോരുത്, മനസ്സിലായോ? തിരുമുൽപ്പാട് വരട്ടെ, എന്നിട്ടെടുക്കാൻ തീരുമാനങ്ങൾ.
എന്താ അച്ഛാ ആലോചിച്ചിരിക്കുന്നത്? നിന്റെ കാര്യമല്ലാതെ മറ്റെന്താടാ എനിക്ക് ആലോചിക്കാനുള്ളത്? നമ്മള് പട്ടം പറത്തുമ്പോ പൊട്ടിപ്പോയ പട്ടം അച്ഛൻ കണ്ടിട്ടില്ലേ? കാറ്റ് എവിടേക്കാണോ അവിടേക്കൊക്കെ പാറി പറന്ന് നടക്കും. ആ ഒരു അവസ്ഥയായിപ്പോ എൻ്റേത്. ലക്ഷ്യസ്ഥാനത്തെത്തും മുമ്പേ താഴെ വീണ് പോകാതിരുന്നാൽ മതിയായിരുന്നു. നിന്റെ ഈ ആത്മവിശ്വാസ കുറവാ ആദ്യത്തെ കുഴപ്പം. അത് മാറ്റിയാൽ എല്ലാം ശരിയാവും. അതെ. ദാ, ആദ്യത്തെ ഗ്ലാസ് അച്ഛൻ്റെതാ. മധുരം തീരെയില്ല. എനിക്ക് അല്പ സ്വല്പം മധുരം വേണം. ആ, അതെനിക്കറിയാം. മധുരം ഇട്ടില്ലെങ്കിലേ അമ്മ അകത്ത് പോയി ഇട്ട് കുടിക്കുമെന്നും അറിയാം. എന്തോ വലിയ ചർച്ചയിലായിരുന്നു തോന്നുന്നു. അച്ഛാ, അച്ഛന് മരുന്ന് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? 1-2 ദിവസത്തേക്ക് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാ മതി. ഹലോ. ഈശ്വര, ചതിച്ചോ? എന്റെ ഈശ്വര. എന്താ മൂർത്തി, എന്താ ഉണ്ടായത്? എന്താ മോനെ, എന്തു പറ്റി? എന്തോ ഇവന് സംഭവിച്ചിട്ടുണ്ട്. മൂർത്തി, എന്തെങ്കിലും ഒന്ന് പറ. അരുണേ, നമ്മുടെ ചരക്കും കൊണ്ട് ദുബായിലേക്ക് പോയ കപ്പലിന് ഹോർമൂസ് കടലിലേക്ക് വെച്ച് തീ പിടിച്ചു. ഈശ്വര, ദൈവമേ, കോടികളാണ് നമുക്ക് നഷ്ടം. ഇതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാവില്ല. ഞാൻ ചിലപ്പോ ഇരുന്നേരിപ്പിലൊക്കെ ചത്തു. അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മോൻ സങ്കടപ്പെടാതെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്ത് വഴിയച്ചാ? ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും സ്വപ്നമാണ്. അതിനാണ് ഇപ്പൊ ഈ തീ പിടിച്ചിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പിടിവള്ളി, അതാണ് ഒരു ദയാദാക്ഷിണില്ലാതെ എനിക്ക് മുന്നിൽ പൊട്ടിത്തകർന്ന് വീണിരിക്കുന്നത്. ഈശ്വര, എന്തെങ്കിലും ഒരു വഴി എന്റെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണേ. മൂർത്തി, ഇങ്ങനെ തളരാതെ. ആളുണ്ടെങ്കിലേ എന്തോ ഉള്ളൂ. പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ടെങ്കിൽ നഷ്ടങ്ങളെല്ലാം നികത്താവുന്നതേ ഉള്ളൂ. ഇത് നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ് അരുണ. ഒന്നുകിൽ ഈ വീട് ഞാൻ വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജയിലിൽ പോവേണ്ടി വരും. ഈശ്വര, ഈശ്വര, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ആര് രക്ഷിക്കൂ ഇവനെ? രക്ഷപ്പെടാനുള്ള ഒരു വഴി ആരാ ഇവനെ കാണിച്ചു കൊടുക്കുക? ആരും ഇല്ലാത്തവർക്ക് ദൈവം തന്നെ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും?